ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മോളെ, നിനക്ക് ശരിയാവുന്നത് എന്താണോ നീ അത് ചെയ്. നീ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണോ? നീയല്ലേ? നിന്റെ അച്ഛൻ നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ നീ കൈക്കുഞ്ഞാ. മുന്നോട്ടിനി എങ്ങനെ ജീവിക്കും? ഒരു വഴിയുമില്ലല്ലോ എന്ന് ആലോചിച്ച് നിന്നതാ ഞാൻ. നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചില്ലേ? 10ാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് കിട്ടിയ ജോലി നിനക്കറിയാലോ, അംഗനവാടി ടീച്ചർ. എല്ലാ പാരന്റ്സിനെയും പോലെ മക്കൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. എന്റെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് പഠിച്ചു മിടുക്കിയാവട്ടെ. നീ എന്തായി തീരണമെന്ന് നീയല്ലേ തീരുമാനിക്കണ്ടേ? നെക്സ്റ്റ് ലെവലിൽ പോണോന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ പോണം. പക്ഷേ അതിനുള്ളിൽ തന്നെ നിന്റെ കല്യാണത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാവണം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ആ പതിവ് പല്ലവി തന്നെയല്ലേ മമ്മി പറയാൻ പോകുന്നത്. പക്ഷെ ഞാൻ ആ പയ്യനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല മമ്മി. നിനക്ക് നേരിട്ട് കാണണ്ടേ? കാണണം, സംസാരിക്കണം, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. ആ എടാ ആകാശേ, നിന്റെ ശ്രേണയും കല്യാണം ഈ കുട്ടനാട്ടിൽ തന്നെ വെച്ച് നല്ല ആഘോഷപൂർവ്വം നടത്തണം. എന്നിട്ട് വേണം നല്ല ചെത്തിയിറങ്ങിയ കള്ളും കപ്പയും താറാവൊക്കെ ആയിട്ട് നമുക്കൊന്ന് കൂടാൻ. കല്യാണ കാര്യം തീരുമാനിക്കുന്നത് പെണ്ണിന്റെ വീട്ടുകാരാ. അത് ഇവിടെ സിറ്റി വെച്ച് തന്നെയായിരിക്കും. എന്തായാലും റിസപ്ഷൻ കുട്ടനാട് വെച്ച് തന്നെ നടത്തണം. അതത്രേ ഉള്ളൂ. ശ്രേയയുടെ അമ്മയാ. ആന്റി, അല്ല മാഡം. മാഡം ഒന്നൊന്നും വിളിക്കണ്ട. ആദ്യം എന്നെ വിളിച്ചത് ആന്റി എന്നല്ലേ? അങ്ങനെ എന്നെ വിളിച്ചാ മതി. ഓക്കെ ആന്റി, ശരി. നാളെ രാവിലെ വീട് വരെ ഒന്ന് വരാവോ? മോളെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ. ഓ വരാന്റി. ഞാൻ രാവിലെ 8:30 എത്താം. ശരി മോനെ. മോളെ, ആകാശ നാളെ രാവിലെ 8:30 എത്തും. നീ ഒന്ന് വൃത്തിയായിട്ട് ഒരുങ്ങി നിക്കണേ. ഓ, ഈ കൊലത്തിൽ അവൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാ മതി. നീ അതൊന്ന് മാറ്റിയിട്ട് ഭക്ഷണം കഴിച്ചേ. മമ്മി കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഓക്കെ. വാ മോനെ. ഇരിക്കും മോനെ. ആ മോനിരിക്കെ, ഞാനിപ്പോ ശരി. മോളെ ശ്രേയ, മോളെ ദേ ആകാശ് വന്നിട്ടുണ്ട്.
ഞാൻ ഒന്ന് റെഡി ആയിക്കോട്ടെ മമ്മി. ആഹാ, വൃത്തിയായിട്ട് നിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത്ര ഓവറാവൂന്ന് ഞാൻ വിചാരിച്ചില്ല. ഓവറായോ മമ്മി? അത് ആകാശ് പറയട്ടെ. ഉം. നീ വന്നേ, മതി. ആ ഇതാണ് എന്റെ മോള്. ഹായ്. ഹായ്, ഐ എം ശ്രേയ. പേരെന്താ? എന്റെ പേര് ആകാശ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കേ, ഞാൻ പോയി കോഫി എടുത്തോണ്ട് വരാം. ശരി. മോനിരിക്കെ. ഓക്കെ. നീ എന്താടി ഒരുമാതിരി ഉരുണ്ട് കളിക്കുന്നേ? നീ എന്നെ വിട്ടിട്ട് പോവല്ലേ? വിട്ടിട്ട് പോവാനോ? എങ്ങോട്ട്? കുട്ടനാട്ടിലോട്ട്. നീ നിന്റെ കുട്ടനാട്ടിൽ ചെന്ന് കഴിയുമ്പോഴേ നീ നിന്റെ ഡാഡിയുടെ ചെല്ലക്കുട്ടിയല്ലേ. നീ എന്നെ മറക്കും, എനിക്ക് ഉറപ്പാ. എടി, നീ എന്തിനാ വിഷമിക്കുന്നേ? നീ കുട്ടനാടിന്റെ മരുമകളായിട്ട് വരാൻ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നീ ജോയിൻ ചെയ്തിട്ട് ഒഴിവിട്ടുമ്പോ എന്നെ കാണാൻ പിന്നെ പറ്റും. ആഹാ, എന്താ മോ നിക്കുന്നേ? അവിടെ പോയിരിക്കേ. കോഫി. താങ്ക്സ്. മമ്മി, സോറി ആന്റി, ഞാൻ BSRB എക്സാം എഴുതിയിരുന്നു. ലിസ്റ്റിലുണ്ട്. ഓ, നല്ല കാര്യം. ഇവളും ലിസ്റ്റിലുണ്ട്. പോസ്റ്റിംഗ് കിട്ടിയാലും ഇവള് പോവില്ലെന്നാ പറയുന്നത്. അറിയാം. അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാണല്ലോ. അതെ, അതെങ്ങനെ മോനറിയാം? അത് നല്ല ജോലി പ്രതീക്ഷിക്കുന്നവര് BSRB കിട്ടിയാ പോകത്തില്ലല്ലോ. അത് കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓ, അങ്ങനെ. ആന്റി, ഒരു ഡൗട്ടുണ്ട്. ഒരു ചെറിയ ഡൗട്ടാ, ഞാൻ ചോദിച്ചോട്ടെ? വലുതാണെങ്കിലും ചോദിച്ചോളൂ. ഞാൻ പഴയ SSLC-യാ. ഈ പ്രേമിക്കുന്നവരെ ആന്റിക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടപ്പെടായിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു രീതിയൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പണ്ടൊക്കെ സ്നേഹിക്കുന്നതില് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലെന്ന് എനിക്കറിയാം. പണ്ടൊക്കെ ഒന്ന് അടുത്തിരിക്കാനോ തൊടാനോ ഒക്കെ വർഷങ്ങൾ കഴിയണം. ഇന്നാണെങ്കിലും ദേഹത്ത് തൊട്ടോണ്ട് തന്നെയാ പ്രേമം തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ടാ എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തത്. പക്ഷേ എല്ലാ ലവും അങ്ങനെ ആയിരിക്കും? അങ്ങനെയല്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? എന്റെ ചില ബന്ധുക്കളൊക്കെ പറയാറുണ്ട് മോളെ കൂട്ടിലിട്ട് വളർത്തുകയാണെന്ന്. ശരിയാ, എന്റെ മോള് വഴിപഴിച്ച ബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇവൾക്ക് വേണ്ടി ഇവളുടെ ചെറുക്കനെ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാ. ആന്റി, ആന്റിയുടെ മോളെ ആരെങ്കിലും പ്രേമിച്ചു എന്നിരിക്കട്ടെ. അവര് നേരിട്ട് വന്ന് പെണ്ണു ചോദിച്ചാ ആന്റി സമ്മതിക്കോ? ഇല്ല, ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല. ഉറപ്പായിട്ടും കെട്ടിച്ചു കൊടുക്കില്ല. അതെന്താ ആന്റി? എന്താന്ന് വെച്ചാ അതെനിക്കറിയില്ല. പക്ഷേ ഞാൻ സമ്മതിക്കില്ല. ആന്റി, പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാര്യം അറിഞ്ഞ? എന്ത് പിന്നീട് അറിഞ്ഞാലോ ഒന്ന്?